ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നവംബർ മാസം 25-ാം തീയതി ചൊവ്വാഴ്ച, ഇന്നത്തെ ഈ പ്രഭാതത്തിൽ വിളക്കന്നൂർ ദിവ്യകാരുണ്യ അത്ഭുതം നടക്കുന്ന ഈ ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കൃപ കർത്താവ് നൽകി. കർത്താവിൻ്റെ തിരുശരീരത്തിൽ കർത്താവിൻ്റെ രൂപം, ചിത്രം പ്രത്യക്ഷപ്പെട്ട അത് സൂക്ഷിക്കപ്പെടുന്ന ദേവാലയമാണ് വിളക്കന്നൂർ. കർത്താവിൻ്റെ തിരുമുഖം മഷി കൊണ്ട് വരച്ചതുപോലെ ഏറ്റവും മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. 12 വർഷത്തെ പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഒരു കുറവ് പോലും വരാതെ, ഒരു കേടുപോലും വരാതെ ഈ ദിവ്യകാരുണ്യം സൂക്ഷിക്കപ്പെടുന്നു. പുറത്തുനിന്ന് മഷിയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് ലാബുകളിലുള്ള ടെസ്റ്റുകളിലൂടെ തെളിയിക്കപ്പെട്ടതാണ്. ഈ ദിവ്യകാരുണ്യ അത്ഭുതം നമ്മുടെ ജീവിതത്തിന് വലിയൊരു അനുഗ്രഹമായി മാറട്ടെ. ആയിരക്കണക്കിന് വിശ്വാസികൾ ഈ ദിവ്യകാരുണ്യ അത്ഭുതം കാണാൻ ഈ കൊച്ചു ദേവാലയത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ദേവാലയത്തിൻ്റെ സ്ട്രക്ചറിലൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പഴയ ആ ദേവാലയം തന്നെ. 45ഓളം വർഷമായി എന്നാണ് പറഞ്ഞത് ഈ പള്ളി പണിതിട്ട്. ഇവിടെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ വലിയ സെറ്റപ്പിലേക്കൊക്കെ ഉയരേണ്ടതുണ്ട്. അത്യാവശ്യം തീർത്ഥാടകർക്ക് വന്ന ഫ്രഷ് ആകാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വികാരിയച്ഛൻ, ബഹുമാനപ്പെട്ട കിഴാരത്തിലച്ഛൻ ഏറ്റവും സന്തോഷപൂർവ്വമാണ് നമ്മളെല്ലാവരെയും ഇവിടേക്ക് സ്വീകരിച്ചത്. അച്ഛൻ നമുക്ക് കൃത്യമായിട്ട് ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിനെ കുറിച്ചൊക്കെ നമുക്ക് ഇവിടെ വരുന്നവർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച അച്ഛനും ആ അച്ഛനുണ്ടായ അനുഭവങ്ങളും, പിന്നെ ലാബിൽ ടെസ്റ്റിന് പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളും, റോമിൽ നിന്നുള്ള റിപ്പോർട്ടുകളും എല്ലാം അച്ഛൻ പറഞ്ഞു തരുന്നു. ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് ചിത്രം, ആ തിരുവോസ്തി ഇപ്പോഴും ഒരു പൊടി പോലും കേടാകാതെ സൂക്ഷിക്കപ്പെടുന്നുള്ളതാണ്. നമ്മുടെ പള്ളികളിലാണെങ്കിൽ കുസ്തോതിയിൽ സൂക്ഷിക്കുന്ന ഓസ്തി പോലും ഒരു മാസം ആകുമ്പോഴേക്കും പൂത്തുപോകും. 12 വർഷമായിട്ടും ആ ഗോതമ്പിൻ്റെ ഓസ്തിക്ക് ഒരു കേടുപോലും വന്നിട്ടില്ല. അത് വലിയൊരു അത്ഭുതമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മളിവിടെ വരണം, ഈ ദിവ്യകാരുണ്യ അത്ഭുതം കാണണം, ഈശോയുടെ തിരുമുഖം നേരിട്ട് കാണണം. വലിയ അനുഗ്രഹമായിരിക്കും അത്. എല്ലാവരെയും ഈ വിളക്കന്നൂരിലേക്ക് പ്രത്യേകം ക്ഷണിക്കുകയാണ്.